ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കപ്പുഴുക്കാണ്. വെറുതെയുള്ള ചക്കപ്പുഴുക്കല്ല കേട്ടോ, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പറയുക, ന്യൂജൻ ചക്കപ്പുഴുക്ക് എന്നൊക്കെ തന്നെ പറയാം. കാരണം സാധാരണ ചക്കപ്പുഴുക്കാകുമ്പോൾ ചിലപ്പോൾ അടിയിലൊക്കെ പിടിച്ച് കരിഞ്ഞൊക്കെ പോകാറില്ലേ, അങ്ങനത്തെ ഒരു അബദ്ധം നമുക്ക് ഇങ്ങനെ ചെയ്താലും പറ്റില്ല. ഒരു പ്രാവശ്യം ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയപ്പോൾ വല്ലാണ്ട് അത് കരിഞ്ഞു പിടിച്ചു. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു വെള്ളം കുറവായിട്ടാണെന്ന്, കാരണം അത് വെന്തിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ ഒരു ഐഡിയ പറഞ്ഞു തന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രമിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ എനിക്ക് നല്ല കറക്റ്റ് വേവിന് കറക്റ്റ് പാകത്തിന് എനിക്ക് കിട്ടി. അപ്പം ഇങ്ങനെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് നല്ല പാകത്തിന് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ചക്ക നോക്കി ഞങ്ങൾ പറിക്കുവാണേ. അപ്പോൾ നമ്മൾ നമ്മുടെ ചക്ക വെട്ടാനായിട്ട് എല്ലാം സെറ്റപ്പും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചക്ക വെട്ടാനായിട്ട് തുടങ്ങാം. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയുടെ അരക്ക് നമുക്കൊരു പേപ്പർ കൊണ്ട് ഇങ്ങനെ നീക്കം ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും അരക്ക് പറ്റില്ല. അപ്പം നമ്മുടെ ചക്ക നന്നായിട്ട് അരക്കൊന്നും ഇല്ലാണ്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പുതിയ പിള്ളേർക്കൊന്നും ചക്ക ഇങ്ങനെ വെട്ടേണ്ടതെന്നൊന്നും അറിയത്തുണ്ടാവില്ല. എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ചക്ക എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പേപ്പർ കൊണ്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് തുടച്ചെടുക്കാം. കാരണം കുറച്ച് അരക്കൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം തൂത്ത് കളയാം. ഇനി നമുക്ക് ചക്കച്ചുള ഇരിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടും അരക്കൊന്നും പറ്റില്ല കേട്ടോ. അപ്പം നമ്മുടെ ചക്കച്ചുള എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് അത് കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ചക്ക നമ്മൾ മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് അധികം ചക്ക അരിഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് 2-3 ദിവസത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണിത്. അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കണം. അതിനുശേഷം അത് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റണം. ഇനി നമുക്കതൊന്ന് കെട്ടിവെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 5-6 ദിവസം വരെ ഇതൊരു കുഴപ്പമില്ലാതെ ഫ്രിഡ്ജിലിരുന്നോളും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വേണ്ടത്ര എടുത്ത് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒട്ടും വൈകണ്ട, കുക്കിങ്ങിലേക്ക് പോകാം. ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ ചിരകിയത്, വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയാണ്. ഇനി നമുക്കൊരു ചെറിയ ജാറിൽ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അല്പം വെള്ളവും കൂടി ഒഴിച്ച് അരയ്ക്കണം കേട്ടോ. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചക്കയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മാത്രം മതി. തേങ്ങ ഒരുപാടിട്ട് അരയ്ക്കാൻ പാടില്ല.
ബാക്കി വന്ന തേങ്ങയിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ അരപ്പ് ചക്കയുടെ എല്ലാ വശത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്ക് അല്പം തേങ്ങ ചിരകിയത് മുകളിൽ വിതറി കൊടുക്കാം. ഇനി നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില മുകളിൽ വിതറി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അപ്പച്ചെമ്പ് അടച്ചു വെക്കാം. ഓരോ ചക്കയ്ക്കും ഓരോ വേവാണ്. അപ്പോൾ നമുക്ക് ഒരു 7 മിനിറ്റ് കൊണ്ട് എന്തായാലും ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വേണമെങ്കിൽ വെന്തോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കി മാറ്റി വെക്കാം. നമ്മുടെ ചക്ക എല്ലാ വശത്തും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചക്കപ്പുഴുക്കിന് വേണ്ടി ഒരു കുഞ്ഞ് സൈഡ് ഡിഷ് ഉണ്ടാക്കാം. നമ്മളുണ്ടാക്കുന്നത് കാന്താരിമുളക് അരച്ചതാണ്. അരച്ച് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എണ്ണ ചേർക്കാം. ചിലർക്ക് പുളി ഇഷ്ടമുള്ളവർക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ പുളിവെള്ളമോ ഒഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ചക്ക കൊടുത്തിന് കാന്താരി മുളകും കൂടെ കഴിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മാങ്ങാച്ചാറുണ്ട്, അതാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. സൂപ്പറാണ്. നമുക്ക് കുറച്ച് മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല ചൂടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളിതെല്ലാവരും കൂടെ കഴിക്കട്ടെ കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും കമൻറ്റും പ്രതീക്ഷിക്കുന്നു.